അങ്ങനെ BJP അടുത്ത വിസ്മയവുമായി വരികയാണ്. BJP ഇപ്പോൾ ഇറക്കാൻ പോകുന്ന വിസ്മയം നിങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ മൂക്കത്ത് വിരൽ വയ്ക്കാൻ ഒന്ന് ചുണ്ടമർത്താൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സാധ്യതയുള്ള കാര്യമാണ്. VV രാജേഷിനെ കേന്ദ്രത്തിലേക്ക് വലിക്കുകയാണ്. അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയാക്കിയാൽ കൊള്ളാം എന്നൊരു നിർദ്ദേശം സംഘപരിവാർ ഫോൾഡറുകളിൽ നിന്ന് ഡൽഹിയിലോട്ട് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ BJPക്കും പ്രധാനമന്ത്രിക്കും അതിനകത്തൊരു താല്പര്യമുണ്ട്. അതിന് രണ്ടുണ്ട് കാര്യങ്ങൾ. കാരണം ശ്രീലേഖ IPSനെ മേയർ ആക്കാതിരുന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇതിന് പോലും പോയില്ല, ഈ പത്രസമ്മേളനത്തിന് പോലും പോയില്ല. സുരേഷ് എന്ന് പറയുന്ന BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് പത്രസമ്മേളനം നടത്തിയത്, മേയറെ പ്രഖ്യാപിച്ചത്. അതുവരെ തലേ ദിവസം വരെ മേയറായിരിക്കുന്നത് ശ്രീലേഖ IPS ആയിരിക്കുമെന്ന് വലിയ തോതിലാണ് BJP പറഞ്ഞതും. BJP ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ശ്രീലേഖ IPSൻ്റെതായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാൻഡിഡേറ്റും ശ്രീലേഖ IPS തന്നെയായിരുന്നു. പക്ഷേ ഡൽഹിയിൽ പോയിട്ട് വന്നപ്പോൾ മുരളീധരൻ്റെയും K സുരേന്ദ്രൻ്റെയും കാൻഡിഡേറ്റ് ആയിട്ടുള്ള VV രാജേഷ് വന്നു. BL സന്തോഷിന് അതിന് വലിയ റോളുണ്ടായിരുന്നു. കേരളത്തിലെ സംഘടനാ രംഗത്ത് സംഘടനാ സെക്രട്ടറി, കേരളത്തിലെ അല്ല, കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കേന്ദ്രത്തിലെ സംഘടനാ സെക്രട്ടറി കൂടിയാണ് BL സന്തോഷിൻ്റെ ഒരു ഇടപെടലും ഇതിനകത്ത് വന്നു. അങ്ങനെ വ്യത്യസ്തമായ ഇടപെടലുകൾ വന്നപ്പോഴാണ് രാജേഷ് മേയറായത്. മേയറായ രാജേഷ് കുറേ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് 2 മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു, കഴക്കൂട്ടവും നേമവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ മേയർക്ക് ഒരു ലൈം ലൈറ്റിലേക്ക് മേയർ വന്നു. പിന്നെ ചില പരിപാടികളൊക്കെ നടത്തുന്നു, അഴിമതിയില്ല. അങ്ങനെ മേയർ ഒരു ഗുഡ് ബുക്കിൽ വന്നു, പ്രധാനമന്ത്രിയുടെയൊക്കെ ഗുഡ് ബുക്കിലേക്ക് കയറി വന്നതുകൊണ്ട് രാജേഷിനെ ഒരു സ്റ്റേറ്റ് തലത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് VV രാജേഷിനെ മന്ത്രിയാക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ ഡൽഹിയിൽ ചരടുവലികൾ നടക്കുകയാണ്. അത് വിജയിച്ചാൽ VV രാജേഷ് അങ്ങോട്ട് പോയി മന്ത്രിയാകും. രാജീവ് ചന്ദ്രശേഖർ മനസ്സാ വിചാരിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് തേങ്ങ അടിച്ചിരിക്കുന്ന ഗണപതിക്ക്. കാര്യം അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ആഗ്രഹം ശ്രീലേഖ IPSനെ വീണ്ടും മേയറാക്കാൻ കഴിയും. അപ്പോൾ പഴയ സങ്കടവും പ്രയാസമൊക്കെ തീരും. അപ്പോൾ ശ്രീലേഖ IPS മേയറാവും, രാജേഷ് ഡൽഹിയിൽ പോകുന്നു, കേന്ദ്രമന്ത്രിയാകും. സദാനന്ദ മാസ്റ്റർ പേരും കേന്ദ്രമന്ത്രിസഭയിലേക്ക് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനൂപ് ആൻ്റണിയുടെ പേര് കേൾക്കുന്നു, അനിൽ ആൻ്റണിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജോർജ് കുര്യൻ, ഇപ്പോൾ ഇരുന്ന ജോർജ് കുര്യനുണ്ട്, അൽഫോൺസ് ഖാൻ, ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന പേര് VV രാജേഷിൻ്റേതാണ്. സദാനന്ദൻ മാസ്റ്ററോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിന് മുകളിലായിട്ടെങ്കിലും VV രാജേഷ് കേന്ദ്രത്തിൽ മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാജ്യസഭയിലേക്ക് VV രാജേഷ് പോയാലും അത്ഭുതമില്ല. പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും അങ്ങനെ ഒരഭിപ്രായമുണ്ട്. ദേശീയ തലത്തിലേക്ക് VV രാജേഷിൻ്റെ സേവനം വളർത്തിക്കൊണ്ട് വരണമെന്നും ഭാവിയിൽ കേരളത്തിൻ്റെ നേതാക്കളുടെ അടുത്ത നിര, അതായത് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, ഈ ഒരു ടീം കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ എന്നുള്ള ആളുകളെ ഇപ്പോൾ തന്നെ വളർത്തിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായി. കാര്യം 60 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റുകയാണ് BJP. അങ്ങനെ വലിയൊരു തീരുമാനമെടുത്തിരിക്കുന്നു. VV രാജേഷ് കേന്ദ്രത്തിലേക്ക് പോകുന്നു. രാജ്യസഭയിലൂടെ മന്ത്രിസഭയിലെത്തും, മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ VV രാജേഷ് മന്ത്രി, നഗര വികസന കാര്യ ആസൂത്രണ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അല്ല പഞ്ചായത്ത് രാജുണ്ട്. ഡൽഹിയിൽ തന്നെ രാജേഷിന് പറ്റിയ പല വകുപ്പുകളുമുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും വകുപ്പ് എടുത്തു കൊടുത്തുകൊണ്ട് രാജേഷിന് കേന്ദ്രമന്ത്രിയാക്കുക, എന്നിട്ട് ശ്രീലേഖ IPSനെ തിരുവനന്തപുരത്ത് മേയറാക്കുക. അവരുടെ ഒരു പ്രവർത്തന മികവിൽ ഈ പറഞ്ഞ പോലെ ലഹരി മാഫിയെ ഒതുക്കുന്നതായാലും അനധികൃത കെട്ടിടങ്ങളിൽ ഇരിക്കുന്ന അതെല്ലാം പോലീസ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ശ്രീലേഖ IPS ആണെങ്കിൽ പിന്നെ അതിനകത്ത് ബുദ്ധിമുട്ടില്ല, ഈ വക കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ശ്രീലേഖ IPSനെ തിരുവനന്തപുരത്ത് മേയറാക്കുന്നു. VV രാജേഷ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോകുന്നു. അതിനുള്ള ചർച്ചകളും ചരട് വലികളും ആരംഭിച്ചതായി അറിയുന്നു. എന്തായാലും രാജേഷ് വളരെ സന്തോഷത്തിലാണ്. കാരണം കേവലം ഒരു മേയർ എന്ന സ്ഥാനത്തു നിന്ന് മാറി MLAക്കാൾ താഴെയാണ് മേയർ, പക്ഷേ ആ സ്ഥാനമൊക്കെ മാറി MLAയുടെ മുകളിലേക്ക് പോയി മന്ത്രിയുടെ കേഡറിലേക്ക് പരിഗണിക്കാൻ കഴിയുന്ന പ്രധാന പേരായി VV രാജേഷ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. VV രാജേഷ് കേന്ദ്രമന്ത്രിയാകും, അല്ലെങ്കിൽ സദാനന്ദ മാസ്റ്റർ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി കേന്ദ്രമന്ത്രിയാകും. അതുപോലെ തന്നെ മറ്റ് മേയർ ആയിട്ട് ശ്രീലേഖ IPS വരിക തന്നെ ചെയ്യും.